നമസ്കാരം, ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം. ജിദ്ദയിൽ വെച്ച് നടന്ന മെഗാലേലത്തിൽ IPL ടീമുകളൊക്കെ തന്നെ അവരുടെ ടീമിനെ തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ടീമിന്റെ ക്യാപ്റ്റൻസി സംബന്ധിച്ച് ചില ടീമുകൾ ഇപ്പോഴും ഒരു തീരുമാനമെടുത്തിട്ടില്ല. അടുത്തിടെ നടന്ന ലേലത്തിൽ ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, വെങ്കിടേഷ് അയ്യർ എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യൻ മാർക്കി താരങ്ങൾക്ക് ഫ്രാഞ്ചൈസികൾ വൻ തുക തന്നെയാണ് ചെലവഴിച്ചത്. ഇവരെല്ലാം 20 കോടിയിലധികം രൂപക്കാണ് വിൽക്കപ്പെട്ടത്. ലേല താരമൂല്യമാണ് വില വർദ്ധിച്ചതെന്ന് ചിലർ പറയുമ്പോൾ, വരും സീസണുകളിൽ തങ്ങളുടെ ടീമിനെ നയിക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് അത്രയും വലിയ തുക കൊടുത്തും ടീമിലേക്ക് എടുത്തതെന്നും മറ്റു ചിലർ വാദിക്കുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ്, മുംബൈ ഇന്ത്യൻസ്, രാജസ്ഥാൻ റോയൽസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ്, ലക്നൌ സൂപ്പർ ജയൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നീ 8 ടീമുകളാണ് ഇപ്പോൾ ക്യാപ്റ്റന്മാരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം മറ്റു 2 ടീമുകളും ക്യാപ്റ്റന്മാരെ പ്രഖ്യാപിച്ചതായി റൂമറുകൾ മാത്രമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. 2025 ജനുവരി 12-ന് പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റനായി ശ്രേയസ് അയ്യരെ അവർ പ്രഖ്യാപിച്ചിരുന്നു. 2024-ലെ IPL കിരീട ജേതാവായ ക്യാപ്റ്റനെ ടീമിലേക്ക് എത്തിച്ചതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ക്യാപ്റ്റൻസി തന്നെയെന്ന് മുഖ്യ പരിശീലകനായ റിക്കി പോണ്ടിംഗ് നേരത്തെ സൂചന നൽകിയിരുന്നു. അതുപോലെ തന്നെ ടീമിന്റെ നേതൃസ്ഥാനത്ത് ഒഴിവ് വന്നതിനെ തുടർന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരം വെങ്കിടേഷ് അയ്യറും സമ്മതിച്ചിട്ടുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിനായി ഉടമ പുതിയ ക്യാപ്റ്റൻസി പ്ലാനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. KL രാഹുലും അക്സർ പട്ടേലും വരുന്ന IPL-ൽ ടീമിനെ നയിക്കുമെന്നവർ പ്രഖ്യാപിച്ചു. ജനുവരി 20-ന് LSG പന്തിനെ അവരുടെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. RCB ക്യാപ്റ്റനായി രജിത് പാട്ടിദാറിനെ ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ടീമിലെ ക്യാപ്റ്റന്മാരെ നമുക്കൊന്ന് നോക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിനെ രാജു ഗെയ്ക്വാദ് ആയിരിക്കും ഈ സീസണിൽ നയിക്കുക. ഡൽഹി ക്യാപിറ്റൽസിനെ KL രാഹുലും അതുപോലെ തന്നെ അക്സർ പട്ടേലും ചേർന്ന് നയിക്കും. ഗുജറാത്ത് ടൈറ്റൻസിനെ ശുഭ്മാൻ ഗില്ല് ക്യാപ്റ്റന്റെ റോളിലെത്തും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനായി വെങ്കിടേഷ് അയ്യറും സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ലക്നൌ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായി ഋഷഭ് പന്ത് ആയിരിക്കും വരിക. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി ഹർദിക് പാണ്ഡ്യയും പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റനായി ശ്രേയസ് അയ്യരും രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി മലയാളി താരമായ സഞ്ജു സാംസണും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ക്യാപ്റ്റനായി രജത് പാട്ടിദാറും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ക്യാപ്റ്റനായി പാറ്റ് കമ്മിൻസുമായിരിക്കും എത്തുക. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.